ശ്യാമേ, ചെറിയമ്മേ, ശ്യാമേ, ശ്യാമേ, ചെറിയമ്മേ വാതിൽ തുറക്ക്. ശ്യാമേ ഒന്ന് വാതിൽ തുറക്ക്. ശ്യാമേ, ശ്യാമേ ഒന്ന് വാതിൽ തുറക്ക്. ശ്യാമേ എന്തു പറ്റി? ചെറിയമ്മ എന്ത് പറ്റി? ചുറ്റു ശത്രുക്കളാ, രക്ഷപ്പെട്ടു പോകാൻ അവര് സമ്മതിക്കില്ല. ചെറിയമ്മേ എന്തൊക്കെയാ പറയുന്നേ? ശ്യാമേ, ശ്യാമേ എന്താ പറ്റിയേ? എഴുതി ചോര കണ്ട് പേടിച്ചവളാ ഞാൻ. കൊല ചെയ്യുന്നത് കണ്ട് പേടിച്ചവളാ ഞാൻ. എത്ര കാലം കഴിഞ്ഞാലും എന്റെ ഉള്ളിൽ ആ പേടി ഉണ്ടാവും. ചെറിയമ്മേ, അഖിൽ സാറിനെ കൊന്നു കളഞ്ഞ പോലെ എന്റെ രാധിക മോളെയും കൊല്ലാനാണ് അവരുടെ തീരുമാനമെങ്കിലോ? അയ്യോ മോളെ, മോളെ, മോളെ. ചെറിയമ്മേ, ചെറിയമ്മേ, ചെറിയമ്മ എന്തായി കാണിക്കുന്നേ? ഇവിടെ ഒരു പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ടാ. അതെ, കണ്ട സ്വപ്നങ്ങളൊക്കെ വലിച്ച അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കും. ചിലപ്പോ ഞാൻ തളർന്നു പോവും. എഴുതി എനിക്കിനി ഒരു നഷ്ടം കൂടി താങ്ങാനാവില്ല. എന്റെ അഖിൽ സാർ പോയതുപോലെ വേറെ ആരും എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. മോളെ, എനിക്ക് എന്റെ മോളെ വേണം. അവർക്കൊന്നും പറ്റാൻ പാടില്ല. അഖിൽ സാറ് നമ്മുടെ മോളുടെ കൂടെ നിൽക്കണേ, അവളെ അനുഗ്രഹിക്കണേ, അവളെ കാത്തുരക്ഷിക്കണേ. എഴുതി എന്റെ മോള്. എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഡോക്ടർ ഇത് പോയേ പറ്റൂ. വാ പിടിക്കേ. നമ്മൾ ഇനി ആരും വിശ്വസിക്കില്ല മുത്തശ്ശി. അച്ഛൻ പണം തരില്ല എന്ന് മാത്രല്ല, ഇനി ഈ നാട്ടിൽ ഒരാളിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എടി, വെട്ടിമുറിക്കാൻ നിന്റെ അച്ഛന്റെ തീരുമാനമെങ്കിലേ നമുക്കും അത് തന്നെ അങ്ങ് നോക്കാം. നിന്നെ വേണ്ടാത്ത ഒരു അച്ഛന്റെയും അമ്മയുടെയും കൂടെ നീ എന്തിനടി താമസിക്കുന്നേ? നീ വന്നേ. ഈ രാത്രി മുത്തശ്ശി എന്ത് ചെയ്യാൻ പോവാ? എടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് രാത്രിയും പകലൊന്നും ഒന്നുമില്ല. നീ വാ, വാ. ദേവാ, ദേവാ ഒന്ന് എണീറ്റേ. ദേവാ ഒന്ന് എണീറ്റേ. എടാ ദേവാ. ദേവേട്ട അമ്മ വിളിക്കുന്നു. എടേ, എഴുന്നേറ്റ് കതവ് തുറക്കാൻ. ദേവാ ഒന്ന് എഴുന്നേറ്റ് വരാൻ. യശോദേ, എടി യശോദേ.